Hi students, today we are going to discuss the third module in the complementary mathematics of third semester BSc Physics and BSc Chemistry, that is analytic geometry. We have already discussed conic sections in plus 1. There we studied about circle, parabola, ellipse and hyperbola, the standard equation, foci, directrix, eccentricity, etc. അപ്പം നമുക്ക് പ്ലസ് വണ്ണിന് പഠിച്ച ആ കാര്യങ്ങൾ തന്നെയാണ് ആദ്യം കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം. കോണിക് സെക്ഷൻ, പരാബോള, a set that consists of all the points in a plane equidistant from a given fixed point and a given fixed line in the plane is called a parabola. എന്ന് വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് പോയിന്റ് തരും, ഒരു ഫിക്സഡ് ലൈൻ തരും. ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ലൈനിൽ നിന്നും ഒരേ ദൂരം വരുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ, അതാണ് പരാബോള. എ സെറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ഇക്വിഡിസ്റ്റൻസ് ഫ്രം എ ഗിവൺ ഫിക്സഡ് പോയിന്റ് ആൻഡ് എ ഗിവൺ ഫിക്സഡ് ലൈൻ in the plane is called parabola. The fixed point is called focus of the parabola and the fixed line is called directrix of the parabola. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കൊരു ഫിക്സഡ് ലൈൻ തന്നിട്ടുണ്ട്, ഫിക്സഡ് പോയിന്റ് തന്നിട്ടുണ്ട്. ഇനി ഈ പോയിന്റിൽ നിന്ന് പി ദൂരം ഇങ്ങോട്ട്, ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിൽ നിന്നും പി ദൂരം ഇങ്ങോട്ട്, ഇനി ഇവിടുന്ന് ഒരു 3 ദൂരം ഇങ്ങോട്ട്, അതേ ദൂരം തന്നെ ഇവിടെ നോക്കുക. അങ്ങനെ പോയിന്റ്സിന്റെ കളക്ഷനാണ് നമുക്ക് ഈ പരാബോളയായിട്ട് കിട്ടുന്നത്. കൺസിഡർ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4py. അപ്പം ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. എക്സ് സ്ക്വയർ എന്ന് വരുമ്പോൾ ഈ ഷേപ്പാണെന്ന് ഓർത്തോണം. വൈ സ്ക്വയർ എന്നാകുമ്പം ഈ ഷേപ്പാണെന്ന് ഓർക്കുക, ഇങ്ങനെ സി ഷേപ്പ്. അപ്പം എക്സ് സ്ക്വയർ ആണെങ്കിൽ യു ഷേപ്പും വൈ സ്ക്വയർ ആണെങ്കിൽ സി ഷേപ്പും. ഇനി മൈനസ് ആകുമ്പോൾ അത് തിരിച്ചു വരും. അപ്പം ഇവിടെ നോക്കി, ഇവിടെ ഫോക്കസ് 0p-യും ഡയറക്ട്രിക്സ് എന്താ, y ഈക്വൽ ടു -p ആയിരിക്കും. ഇവിടുത്തെ ആക്സിസ് എന്താണ്, y ആക്സിസ് ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ ഈക്വൽ ടു -4py. അപ്പം മൈനസ് ആകുമ്പോൾ നേരെ തിരിഞ്ഞു വരും. അപ്പം നോക്കുക, ഇവിടുത്തെ ആക്സിസ് എന്ന് പറയുന്നത് y ആക്സിസ് ആണ്. അതിൽ എന്താ, നെഗറ്റീവ് y ആക്സിസ് ആണ്. ഇവിടെ പോസിറ്റീവ് y ആക്സിസ് ആണ്. ഇനി ഡയറക്ട്രിക്സ് എന്ന് വെച്ച ഇക്വേഷൻ എന്താ, ഇതാണ്. അപ്പം y ഈസിക്കൽ ടു p ആണ്. ഫോക്കസ് എന്താ, 0 - p. ഇനി y സ്ക്വയർ ഈസിക്കൽ ടു 4px. അപ്പം ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. അപ്പം നമ്മുടെ ആക്സിസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് x ആക്സിസ്, ഫോക്കസ് എന്ന് വെച്ചാൽ p0, ഡയറക്ട്രിക്സ് എന്ന് വെച്ചാൽ x ഈസിക്കൽ ടു -p. ഇനി y സ്ക്വയർ ഈസിക്കൽ ടു -4px ആകുമ്പോൾ ഇതേ ഐഡിയ തന്നെ. ഫോക്കസ് -p0, ആക്സിസ് നെഗറ്റീവ് x ആക്സിസ്, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x ഈക്വൽ ടു p. ഓക്കെ, അപ്പോൾ ഒറിജിനിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് p. അതിനെയാണ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ പരാബോള എന്ന് പറയുന്നത്. ദ പോയിന്റ് വെയർ എ പരാബോള ക്രോസസ് ഇറ്റ്സ് ആക്സിസ് ഈസ് കോൾഡ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള. അപ്പോൾ നമ്മുടെ ഈ പരാബോള നമ്മുടെ ആക്സിസ് ഇല്ലേ, അവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ്. ഇനി ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള y സ്ക്വയർ ഈസിക്കൽ ടു 10x. അപ്പം നമ്മുടെ ഇക്വേഷൻ നോക്കുക, y സ്ക്വയർ ഈസിക്കൽ ടു 4px ആണ്. അപ്പോൾ അതിലെ p കണ്ടുപിടിക്കുക, p 5/2 ആണ്. അപ്പോൾ ഫോക്കസ് എന്താണ്, അപ്പോൾ ഇങ്ങനെ വരച്ചു നോക്കുക, ഫോക്കസ് 5/2 0 ആണ്. ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -5/2 ആണ്. Find the focus and directrix of x square is equal to -8y. അപ്പോൾ ഇത് x square is equal to -4py ഫോം ആണ്. അപ്പോൾ p2 ആണ്. അപ്പോൾ അതനുസരിച്ച് വരയ്ക്കുക. 0 - 2 ആണ് ഫോക്കസ്, y ഈക്വൽ ടു 2 ആണ് ഡയറക്ട്രിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ, y സ്ക്വയർ ഈസ് ഈക്വൽ ടു -2x. അപ്പോൾ y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4px ഫോമിലാണ്. p എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ അതനുസരിച്ച് വരയ്ക്കുക. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു മൈനസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗ്രാഫ് ഇരിക്കുന്നത്. അപ്പം ഫോക്കസ് -0, ഡയറക്ട്രിക്സ് x ഈക്വൽ ടു 1/2.
ഇനി എക്സ് ഈക്വൽ ടു 2y². നമുക്ക് y² ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വേണ്ട. അപ്പോൾ y² ഇസിക്കൽ ടു എന്താണ്? x/2. ഈക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ p എന്ന് പറയുന്നത് 1/8. ഇനി y² ഈസിക്കൽ ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് 1/8 സീറോയും ഡയറക്ട്രിക്സ് -1/8. എക്സ് ഈസിക്കൽ ടു -1/8. ഇനി y ഈക്വൽ ടു -8x². അപ്പോൾ എന്താണ്? x² ഈസിക്കൽ ടു y/-8. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ x² ഈസിക്കൽ ടു -4py. കമ്പയർ ചെയ്യുമ്പോൾ എന്നാ കിട്ടുന്നത്? p എന്ന് പറയുന്നത് 1/32. അപ്പോൾ അതനുസരിച്ച് വരയ്ക്കുക. ഫോക്കസ് 0 -1/32, ഡയറക്ട്രിക്സ് y ഈക്വൽ ടു 1/32. ഇതേപോലെ തന്നെയുള്ളൂ ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ ഓരോന്നും പറയുന്നില്ല. കമ്പയർ ചെയ്തിട്ട് പടം വരച്ചിട്ട് ഫോക്കസും ഡയറക്ട്രിക്സും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. Derive the equation of the parabola y² is equal to 4px. അപ്പോൾ ഇത് ചോദിക്കാം കേട്ടോ, ബി പാർട്ട് ചോദിക്കാം. അപ്പോൾ ലെറ്റ് pxy ബി എ പോയിന്റ് ആണ് പരാബോള. പരാബോളയിലെ ഒരു പോയിന്റ് എടുത്തു pxy. അപ്പം നമ്മുടെ പരാബോളയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താ പറയാ? ഫോക്കസിൽ നിന്ന് പിയിലേക്കുള്ള ദൂരവും ഡയറക്ട്രിക്സിൽ നിന്ന് പിയിലേക്കുള്ള ദൂരവും സെയിമാണ്. അപ്പം ഡെഫിനിഷൻ അനുസരിച്ച് എന്താ പറയാ? എഫ് പി അല്ലെങ്കിൽ പി എഫ് ഈസിക്കൽ ടു ക്യൂ പി എന്ന് പറയാം. ഇനി എഫ് എന്തോ? p0. ഇനി ക്യൂ എന്താണ്? ക്യൂ എന്ന് പറയുന്നത് ഇവിടെ നോക്കി y ആക്സിസ്, y കോർഡിനേറ്റ് y അല്ലേ, അപ്പോൾ ഇവിടുത്തെ y കോർഡിനേറ്റ് y ആണ്. പിന്നെ ഇവിടുന്ന് p ദൂരം ഇങ്ങോട്ടാണ്, അപ്പോൾ ഇവിടുന്ന് p ദൂരം അങ്ങോട്ടാകുമ്പോൾ -p. അപ്പോൾ -py ആണ് ഈ പോയിന്റ്, ഈ പോയിന്റ് xy, ഈ പോയിന്റ് p0. അപ്പം നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് പി എഫ് കണ്ടുപിടിക്കുന്നു, പി ക്യൂ കണ്ടുപിടിക്കുന്നു. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു, ഇത് ഓപ്പൺ ചെയ്യുന്നു. ചെയ്ത് നമുക്ക് y² ഈസിക്കൽ ടു 4px എന്ന് കിട്ടും. അടുത്ത എലിപ്സിന്റെ. An ellipse is the set of points in the plane whose distance from two fixed points in the plane have a constant sum. The two fixed points are called foci of the ellipse. The line through the foci of an ellipse is called focal axis of the ellipse. The point on the axis halfway between the foci and is called the center of the ellipse. അപ്പോൾ രണ്ട് ഫിക്സഡ് പോയിന്റ്സ് കാണും. അപ്പം ഇവിടെ എന്തോ പറഞ്ഞേക്കുന്നത്? രണ്ട് ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ദൂരം കൂട്ടുമ്പോൾ ഒരു കോൺസ്റ്റന്റ് സം കിട്ടുന്ന രീതിയിലുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ. ആ രണ്ട് ഫിക്സഡ് പോയിന്റിനെ ഫോക്കൈ എന്ന് പറയുന്നു. അത് തമ്മിലുള്ള ആ വരയ്ക്കുന്ന ലൈനെ ഫോക്കൽ ആക്സിസ് എന്ന് വിളിക്കുന്നു. ആ രണ്ട് ഫോക്കസിൻ്റെയും സെൻറ്റർ വരുന്ന ഇതാണ് സെൻറ്റർ ഓഫ് ദ എലിപ്സ് എന്ന് പറയുന്നത്. ദ പോയിന്റ്സ് വെയർ ദ ഫോക്കൽ ആക്സിസ് ആൻഡ് ദ എലിപ്സ് ക്രോസ് ആർ കോൾഡ് വെർട്ടീസസ് ഓഫ് ദ എലിപ്സ്. അപ്പോൾ ഇതാണ് ഫിഗർ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫിക്സഡ് പോയിന്റ് ആണ്, ഫോക്കസ്, രണ്ട് ഫോക്കസ് ഉണ്ട്. അപ്പം നോക്കുക, എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ട്, പരാബോളയ്ക്കകത്ത് ഒരു എലിപ്സേ ഉള്ളൂ, ഒരു ഫോക്കസേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് സെൻറ്റർ. ഇനി ഇത് മീറ്റ്, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ എലിപ്സ് ടച്ച് ചെയ്ത പോയിന്റ്സ് ആണ് വെർട്ടക്സ്. രണ്ട് വെർട്ടക്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് x²/a² + y²/b² = 1, a ഗ്രേറ്റർ ദാൻ b ആകുമ്പോൾ. അപ്പോൾ നോക്കി, ഇവിടെ ഫിഗർ ഇങ്ങനെ തന്നിട്ടുണ്ടേ. അപ്പോൾ എ ഇതാണ്, 0യിൽ നിന്ന് എ ദൂരം, ബി ദൂരം, എ ദൂരം, ബി ദൂരം. അപ്പോൾ എന്താ? a0 - a0, 0b, 0 - b. ഒറിജിനാണ് 0 0. എലിപ്സിലെ ഒരു പോയിന്റ് എടുത്തു pxy. അപ്പോൾ ഇവിടുത്തെ ഫോക്കൽ ആക്സിസ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മുടെ എക്സ് ആക്സിസ് ആണ്. ഇനി എയും ബി ഉണ്ടല്ലോ, √(a² - b²) അതാണ് സി, അതാണ് നമ്മുടെ സെന്റർ. ഈസ് കോൾഡ് സെന്റർ ടു ഫോക്കസ് ഡിസ്റ്റൻസ്. അതായത് ആ പോയിന്റ് ആണ് നമ്മുടെ ഫോക്കസ്. അപ്പം √(a² - b² = c. ആ സി ആണ് ഫോക്കസ്. അപ്പോൾ ഫോക്കസ് ഏതൊക്കെയാണ്? രണ്ടെണ്ണം ഉണ്ട്, C0-യും -C0-യും. വെർട്ടക്സുകൾ ഏതൊക്കെയാണ്? A0-യും -A0-യും. മേജർ ആക്സിസ് എന്ന് വെച്ചാൽ എന്തുവാ? ഇതാണ് മേജർ ആക്സിസ്. അതിൻ്റെ ദൂരം എന്തുവാ? 2a. മൈനർ ആക്സിസ് എന്ന് വെച്ചാൽ
ഈ ദൂരം. അപ്പോൾ അതിൻ്റെ ദൂരം എന്ത് 2b. The number A is called semi-major axis and number B is called semi-minor axis. എയും ബിയും ഈക്വൽ ആകുമ്പോൾ എലിപ്സ് ഒരു സർക്കിളായി മാറും. കാരണം നോക്കി ഇക്വേഷനകത്ത് എയും ബി ഈക്വൽ ആകുമ്പോൾ എന്നാ ആവും? ബി എ ആയിക്കഴിഞ്ഞാൽ എന്തു x² + a² + y² = 1. അപ്പോൾ ഈ താഴെയുള്ള a² അപ്പുറത്ത് പോകുമ്പോൾ x² + y² = a². അതല്ലേ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അതിൻ്റെ വേറൊരു ഫോം തിരിഞ്ഞിങ്ങനെ വരുവാണെങ്കിൽ x² / b² + y² / a² = 1, a greater than. ഇങ്ങനെ ആകുമ്പോൾ സി എന്ന് പറയുന്ന √(a² - b² തന്നെയാണ്. ഫോക്കസ് ആകുമ്പോൾ എന്തോ 0c-യും 0-c ആവും. വെർട്ടീസസ് എന്തോ 0a-യും 0-a-യും. പിന്നെ നമ്മുടെ മേജർ ആക്സിസിൻ്റെ ലെങ്ത് എപ്പോഴും 2a-യും മൈനർ ആക്സിസിൻ്റെ ലെങ്ത് 2b ആണ്. സെമി മേജർ ആക്സിസ് എയും സെമി മൈനർ ആക്സിസ് ബിയും ആണ്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഫോക്കസും വെർട്ടീസസും കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോം ഇക്വേറ്റ് ചെയ്യുമ്പോൾ a² 16 ആണ്, b² 9 ആണ്. അപ്പോൾ a എന്താ 4, b 3 ആണ്. അപ്പോൾ c കണ്ടുപിടിക്കുക. സിയുടെ ഇക്വേഷൻ എന്ത് √(a² - b²) √16 - 9 √7. ഫോക്കസ് എന്ത് c0-യും -c0. അപ്പോൾ √70-യും -√70-യും. വെർട്ടീസസ് എന്താ a0-യും -a0. അപ്പോൾ a എന്ത് 4 ആയിരുന്നു. അപ്പോൾ -40-യും 40. അതിൻ്റെ ഫിഗറും വരച്ചു. ഇതേപോലെ തന്നെയുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം നോക്കേണ്ട =1 ആണോ എന്ന്. ഇവിടെ നോക്കി =1 അല്ല. അപ്പോൾ ഇവിടെ ഉള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ =1 ആക്കും. അപ്പോൾ നോക്കി ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ആക്കി. അപ്പോൾ a എന്തു 5, b 4. അത് വെച്ച് c കണ്ടുപിടിക്കുക, എന്നിട്ട് വരയ്ക്കുക, ഇത് അടയാളപ്പെടുത്തുക. ഇവിടെ എന്തുവാ =1 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ a 1-ഉം b എന്താ √2. അങ്ങനല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തോ b അല്ലേ വലുത്. അപ്പോൾ എന്തോ നമ്മൾ തിരിച്ചെഴുതി a ആയിട്ട് √2, b ആയിട്ട് 1 എന്ന് എഴുതി. എന്നിട്ട് √(a² - b²) ആ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തോണേ a വേണം വലുത്. അപ്പം y² ഇത്. അപ്പോൾ √2 ആണ് വലുത്. അപ്പോൾ ഇക്വേഷൻ എന്ത് യഥാർത്ഥത്തിൽ y² / a² + x² / b² = 1. ഓക്കെ, ഇവിടെ 112 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫോം ആക്കി ഇങ്ങനെ ചെയ്യും. ഇതെല്ലാം അതേപോലെ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 54 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4225 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ. ഫോക്കസ് തന്നിട്ടുണ്ട്, വെർട്ടെക്സ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുക. ഫോക്കസ് c തന്നിട്ടുണ്ട് √2, വെർട്ടെക്സ് a തന്നിട്ടുണ്ട് 2. അപ്പോൾ എയും സിയും തന്നു കഴിഞ്ഞാൽ b കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ അത് ഇട്ട് കൊടുത്താൽ അപ്പോൾ b √2 എന്ന് കിട്ടി. അപ്പോൾ x² / a² + y² / b² അതിനകത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. ഇതേ ഐഡിയ തന്നെ ഈ ക്വസ്റ്റ്യൻ. c ഉണ്ട് 4, a ഉണ്ട് 5. അത് വെച്ച് b കണ്ടുപിടിക്കുക. b 3 ആണ്. അപ്പോൾ x² / s ആ രീതി ചെയ്യണം. അപ്പം a 5, b 3. ഇനി ഫോക്കസിൻ്റെ ഇതുകൂടെ നോക്കണം. നമ്മൾ ചുമ്മാ വരയ്ക്കുമല്ല, ഇക്വേഷൻ എഴുതുമല്ല. ഫോക്കസ് നോക്കി c0 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇനി 0c ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. ആ കാര്യം കൂടെ ഓർത്തോണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അങ്ങനെ ആയതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ ആയ, ഇവിടെ ചെറുത് ഇവിടെ വലുതും വന്നേ. ഓക്കെ, ഇനി എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. ഡിറൈവ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് x² / a² + y² / b² = 1. അപ്പോൾ നമ്മളൊരു ഫിഗർ വരച്ചു. ഇനി ഇവിടെ എന്തോ പറഞ്ഞേ, പിയിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം pf1 + pf2 എന്ന് പറയുന്നത് = 2a ആണ്. അപ്പോൾ pf1 കണ്ടുപിടിക്കും, pf2 കണ്ടുപിടിച്ചു. എന്നിട്ട് അത് ആഡ് ചെയ്യുമ്പോൾ = 2a. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് അപ്പുറത്ത് കൊണ്ടുവന്നു, ഒരെണ്ണം അപ്പുറത്ത് കൊണ്ടുവന്നു, 2 സൈഡും സ്ക്വയർ ചെയ്തു. ഇങ്ങനെ ചെയ്ത് ഓരോ സ്റ്റെപ്പ് നോക്കണേ.
ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ കണ്ടോ, ഇവിടെ റൈറ്റ് വന്ന കാര്യം കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാം ഈക്വൽ ടു 1 കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്തോ ബി സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടുന്നത്. ഇനി ഹൈപ്പർബോള. A hyperbola is a set of points in the plane whose distance from two fixed points in the plane have a constant difference. സം ആകുമ്പോൾ എലിപ്സ് ആണ്, ഡിഫറൻസ് ആകുമ്പോൾ ഹൈപ്പർബോള ആണ്. ടു ഫിക്സഡ് പോയിന്റ്സിനെ ഫോക്കൈ എന്ന് വിളിക്കുന്നു. അതിൻ്റെ ലൈന് ഫോക്കൽ ആക്സിസ്. അപ്പം ഫിഗർ ഇങ്ങനെ, ഹൈപ്പർബോള ഇങ്ങനെയാണ്. ഫോക്കസ് സെൻറ്റർ മീറ്റ് ചെയ്ത പോയിന്റ് വെർട്ടീസസ്. ഇതാണ് ഫോക്കൽ ആക്സിസ്. ഇപ്പോൾ എന്താ, ഇവിടെ നിന്നും ഇവിടെ നിന്നേക്ക് ഒരു ഫിക്സഡ് ഒരു ദൂരം പി. പിന്നെ പറഞ്ഞു പോയിന്റ് ഓൺ ദ ഹാഫ് ആക്സിസ് ഹാഫ് വേ ബിറ്റ്വീൻ ഫോക്കസ് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് ദ. ഇപ്പോൾ സെൻറ്റർ എന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്ക് വരുന്നത്. ദ പോയിന്റ്സ് വെയർ ഫോക്കൽ ആക്സിസ് ആൻഡ് ഹൈപ്പർബോള ക്രോസ് വെർട്ടീസസ്. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഹൈപ്പർബോള സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ്ക്വയറാണ്. ഇവിടെ പ്ലസ് ആകുമ്പോൾ എലിപ്സ്, മൈനസ് ആകുമ്പോൾ ഹൈപ്പർബോള. ഇത് പഠിച്ചോണം. ഇനി എ ലൈൻ ടച്ചസ് എ കർവ് അറ്റ് ഇൻഫിനിറ്റി. സച്ച് എ ലൈൻ ഈസ് കോൾഡ് അസിംപ്റ്റോട്ട് ഓഫ് ദാറ്റ് കർവ്. ഇവിടെ ഈ ഇക്വേഷൻ്റെ ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ഫോക്കൈ മൈനസ് C0 സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കി, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി കിട്ടും. എയും ബിയും ഉണ്ടെങ്കിൽ സി കണ്ടുപിടിക്കും. സി ആണ് അവിടുത്തെ ഫോക്കസ്. ഇനി ഇതിൻ്റെ അസിംപ്റ്റോട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ്ക്വൽ 1 ആണ്. അപ്പം ഇതിനെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പം വൈ ഇസ്ക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ എക്സ്. അപ്പോൾ 2 ലൈനുണ്ട്, ഇതും. അപ്പോൾ 2 അസിംപ്റ്റോട്ടുണ്ട്. ഇനി തിരിച്ച് നമ്മൾ എലിപ്സിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ തൊട്ട് ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഇതാണ്. അപ്പോൾ നോക്കി, വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ഫോക്കസ് ആകുമ്പോൾ 0 സിയും 0 മൈനസ് സിയും. സിയുടെ ഇക്വേഷൻ എപ്പോഴും റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഇവിടെ ഹൈപ്പർബോളയുടെ കേസിൽ. ഇവിടെ അസിംപ്റ്റോട്ട് ഉണ്ട്, അതിൻ്റെ ഇക്വേഷനാണ് ഇത്. അസിംപ്റ്റോട്ടിൻ്റെ ഇക്വേഷൻ എപ്പോഴും y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതണ്ടേ. ഇനി ഒരു ഇക്വേഷൻ തന്നിട്ട് ഫോക്കസ്, വെർട്ടീസസ്, അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമായിട്ട് നോക്കിയിട്ട് എ എന്താ ബി എന്താന്ന് എഴുതും. അതിൽ നിന്ന് സി കണ്ടുപിടിക്കുക. എന്നിട്ട് ഫോക്കസ് 2 എണ്ണമാണ്, വെർട്ടീസസ് A0 മൈനസ് A0. അസിംപ്റ്റോട്ടിൻ്റെ ഇക്വേഷൻ അത് പഠിച്ചു വെച്ചോണം. y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് bx ബൈ എ. ഇനി ഇവിടെ നോക്കി, വൈ സ്ക്വയർ ബൈ 4 മൈനസ് എക്സ് സ്ക്വയർ ബൈ 5 ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ ഫോക്കസ് 0 സി 0 മൈനസ് സി ഫോമിലാണ്. അതുപോലെ വെർട്ടീസ് 0 0 മൈനസ് എ ഫോമിലാണ്. കാരണം വൈ സ്ക്വയർ ബൈ എന്നും പറഞ്ഞ് തന്നതുകൊണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഈക്വൽ ടു 1 ആക്കാൻ വേണ്ടി 144 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പഴയ പോലെ ചെയ്യുക. ഇവിടെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഒരു ഹൈപ്പർബോളയുടെ ഫോസൈ തന്നിട്ടുണ്ട്, അസിംപ്റ്റോട്ട് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാൻ. അപ്പം സി ഉണ്ട് √2. ഇനി അസിംപ്റ്റോട്ട് y ഈക്വൽ ടു എന്താ അതെ എക്സ് ബി എക്സ് ബൈ എ എന്നല്ലേ അസിംപ്റ്റോട്ടിൻ്റെ ഇക്വേഷൻ. y ഇക്വേഷൻ നോക്കിയിട്ട് വേണം. വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഫോമിലാണെങ്കിൽ അസിംപ്റ്റോട്ട് y ഈക്വൽ ടു എ എക്സ് ബൈ ബി ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഫോക്കസ് ഇങ്ങനെ ആകുമ്പോൾ ഇത് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ എ ബൈ ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ സിയുടെ ഇക്വേഷൻ നമുക്കറിയാം, എയും ബിയും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പം എ സ്ക്വയർ 1 എന്ന് കിട്ടി. അപ്പോൾ എയും സിയും കിട്ടിയല്ലോ. അപ്പോൾ അതിൽ നിന്ന് ബിയും കിട്ടി, എ ഈക്വൽ ടു ബി ആയല്ലോ. അങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇനിയും ഡിറൈവ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള ഡിറൈവ് ചെയ്യാൻ. അപ്പം നേരത്തെ എലിപ്സിൻ്റെ എഴുതേൻ്റെ തൊട്ട് ഇങ്ങനെ ഫിഗർ വരയ്ക്കുക. PF1 മൈനസ് PF2 ഒരു കോൺസ്റ്റൻറ്റ് 2a.
എന്നിട്ട് ആ പോയിന്റ് വെക്കുക, ഒരെണ്ണത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്നു, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് ഇങ്ങനെ കിട്ടി. ഈ റൈറ്റ് വന്ന ടേം കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. C² - A² എന്ന് വെച്ചാൽ B². ആ രീതി ചെയ്യും.